ഹായ്, ഇന്നത്തെ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് സുകുംബിറ്റ് 24-ലാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ലൈനിൽ, അതായത് സുകുംബിറ്റ് 24-ൽ തന്നെയുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതായത് തേങ്ങ, അരി, ചായപ്പൊടി, ഗോതമ്പൊടി, അങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ അല്ലെങ്കിൽ കേരള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ഇവിടെ എല്ലാ കടകളിലൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ഈ കേരള സ്പൈസസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതേപോലെ ഇന്ത്യൻ സ്റ്റോഴ്സിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഇന്ത്യൻ സ്റ്റോറിൽ എന്തൊക്കെ ഉണ്ടെന്നും അതിൻ്റെ പ്രൈസ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഈ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെ ഒരു ഷോപ്പുണ്ട്. GOT എന്നാണ് എഴുതിയേക്കുന്നത്, ഗുഡ് ഓൾഡ് ടൈംസ്. അതെന്തോ പ്രൈവറ്റ് ക്ലബ്ബോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. എന്തോന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല കറക്റ്റായിട്ട്. പക്ഷേങ്കിലും ഡെയിലി ഈവനിങ് ഒരു 7 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയ ആണ്. അതായത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിൽ കുറേ ആൾക്കാർ കോട്ടിട്ട് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സെക്യൂരിറ്റീസ് ആയിട്ട് നിൽക്കുന്ന കാണാം. ആൻഡ് അവിടെ വരുന്ന കസ്റ്റമേഴ്സും ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഭയങ്കര ലക്ഷറി കാർസിലൊക്കെയാണ് അവർ വരുന്നത്. പിന്നെ അകത്ത് എന്താ ഉള്ളതെന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിഹൗ, അപ്പോൾ ഞാൻ എന്തെങ്കിലും നടക്കുവാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കണം കേട്ടോ ഇന്ത്യൻ സ്റ്റോറിലേക്ക് എത്താനായിട്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഈ തായ് ക്യൂസിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ പല ഇൻഗ്രീഡിയൻസും ഇവർ തായ് ഫുഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പുളി, പയർ, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ എല്ലാ കടകളിലും കിട്ടും കേട്ടോ. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും. പക്ഷേങ്കിലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ലൈക്ക് അരി, ഇപ്പോൾ വെള്ള അരിയോ ചെമ്പാവരിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, അരിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഇവിടുത്തെ സ്റ്റോഴ്സിൽ കിട്ടത്തില്ല. അതിന് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. അപ്പോൾ ഇത് ഞാൻ കടയിൽ എത്താറായിട്ടുണ്ട്. ഇതേ ആ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് പോലത്തെ ഒരു നെയിം ബോർഡ് കാണുന്നില്ല, അതാണ് ഷോപ്പ്. ഷോപ്പിൻ്റെ പേര് സ്പൈസ് ആർഎസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കടയ്ക്കകത്തേക്ക് വന്നു. കയറി വരുമ്പോൾ ആദ്യം തന്നെ മാഗി ഇരിക്കുന്ന കാണാം. നമുക്കിവിടെ മാഗി നൂഡിൽസ് വേറെ എവിടെയും വാങ്ങാൻ കിട്ടില്ല കേട്ടോ. ഇന്ത്യൻ സ്റ്റോറിലേ വാങ്ങാനായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ കുറേ സ്നാക്സ് ഇരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ബേസിക്കലി കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ്, കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറാണ്. പക്ഷേ ഇനി നമ്മുടെ കേരള ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. 2 ബനാന ചിപ്സ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഹൽദിറാമിൻ്റെ പ്രൊഡക്ട്സിലെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, മിക്സ്ചർ പോലത്തെ, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതേ കപ്പ് നൂഡിൽസ്, പിന്നെ ഇത് ഇവിടെ താഴെ നമ്മുടെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ സ്റ്റോറിലെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ വാങ്ങിക്കും തന്നെ ഇരട്ടി പ്രൈസ് ആകും. കാരണം ഇതെല്ലാം ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൈസിൽ അവർ കയറ്റമുണ്ട് കേട്ടോ. പിന്നെ ഇതേ കണ്ടോ നമ്മുടെ വറ്റൽമുളക്. ഈ വറ്റൽമുളക് പക്ഷേ നമ്മൾ തായ് മാർക്കറ്റ്സിൽ പോകുമ്പോഴും കിട്ടും കേട്ടോ. കാരണം ഇവർ തായ് ക്യൂസിനിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് വറ്റൽമുളക്. അപ്പോൾ അത് അല്ലാതെയും വാങ്ങാൻ കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ ഇത് തേങ്ങ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ. നമ്മളവിടെ ബില്ല് ചെയ്യുമ്പോഴേ ഇതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഈ ഇരിക്കുന്ന കാർണേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇവിടുത്തെ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മിൽക്ക് മൊയ്ഡ് പോലത്തെ ഇവിടുത്തെ ബ്രാൻഡാണ്. പിന്നെ ഇത് ഇവിടെ കണ്ടോ ഈ പൂജ ഐറ്റംസ് അല്ലെങ്കിൽ ചെറിയ ലാംപ്സ്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് നെയ്യ്, കായപ്പൊടി, ഉലുവ, പയർ, മല്ലി, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ താഴെ ഇരിക്കുന്നത് ബസ്മതി റൈസ് ഒക്കെയാണ്. പിന്നെ ഇത് കറി പൗഡേഴ്സ്, മീറ്റ് മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, ചന മസാല, ഒരുവിധപ്പെട്ട എല്ലാ മസാല പൗഡേഴ്സും അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ ഈ ബ്രാൻഡ് നെയിംസ് ഒക്കെ അൺകോമൺ വൺസ് ആണ്. അതായത് എനിക്ക് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ കൂടുതലും ഫെമിലിയർ ആയിട്ടുള്ളത് ഈസ്റ്റേൺ, ഡബിൾ ഹോഴ്സ് ഒക്കെയാണ്. പക്ഷേ അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇതേപോലത്തെ കുറേ ബ്രാൻഡ്സ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഉള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇത് ഇവിടെ കുറേ റെഡി ടു ഈറ്റ് ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോയ ചാപ്പ്, മിൽക്ക് കേക്ക്, സമൂസ, പൊറോട്ടയൊക്കെ. ഇതെല്ലാം ചുമ്മാ ഹീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഹൽദിറാംസിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. നല്ലതാണെന്നുള്ളത് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല, നല്ലതായിരിക്കും. പിന്നെ ഇതേണ്ട ചെറിയ ചെറിയ കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അതായത് കടായിസ്, പിന്നെ നമ്മുടെ സ്ട്രെയിനേഴ്സ്, ദോശ സ്റ്റൂള്, ചപ്പാത്തി പാൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ എവറിഡേയുടെ മിൽക്ക് പൗഡർ, പിന്നെ പല ബ്രാൻഡ്സിലുള്ള നെയ്യ്, പിന്നെന്താ ബ്രൂ കോഫി, ഹോർലിക്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, മിൽക്ക് മെയ്ഡ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല, ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ എന്താ മൂവിൻ്റെ മറ്റേ സ്പ്രേ ഉണ്ട്. പിന്നെ പലതരം എണ്ണ. അപ്പോൾ ഇത് ഞാനിനി ബില്ലിടുവാണ്. ബില്ലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തത്, അതിൻ്റെ പ്രൈസ് എത്ര ആയെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി തിരിച്ച് നടക്കണം. വീഡിയോ എടുക്കാൻ പാടാം, കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ റൂമിലെത്തിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. കണ്ടോ, ഒരു ചെറിയ പാക്കറ്റ് കടല എടുത്തിട്ടുണ്ടായിരുന്നു ആശീർവാദിൻ്റെ. പിന്നെ എവറസ്റ്റിൻ്റെ ഒരു ചിക്കൻ ബിരിയാണി മസാല എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതാണ് കേട്ടോ. പിന്നെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടി, അതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നുണ്ട് 95 തായ് ബാട്ട്. പിന്നെ ഒരു കാശ്മീരി ചില്ലി പൗഡർ, ചെറുത് തന്നെ എടുത്തത്, കാരണം ഇവിടെ ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് ഒരു സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞാൽ എടുത്തതാണ് കേട്ടോ. പിന്നെ വറ്റൽമുളക്, ഒരു തേങ്ങ എടുത്തു. പിന്നെ
ഇതേണ്ട ഉഴുന്ന്, അതായത് ഇഡലി റൈസും ഉഴുന്നും രണ്ടും എടുത്തിട്ടുണ്ട്. ഇത് ദോശമാവ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചാണ്. ഇതാണ് ഇഡലി റൈസ് ആച്ചിയുടെ. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് മല്ലിപ്പൊടി എടുത്തായിരുന്നു, അതും എവറസ്റ്റിൻ്റെയാണ്. പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് പൊടി എടുത്തായിരുന്നു കേട്ടോ. അത് രാജധാനിയുടെയാണ്. 2 കിലോ പാക്കറ്റ് എടുത്തത്, കാരണം ആശീർവാദിൻ്റെ 5 കിലോ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം കൂടെ വാങ്ങിക്കാനായിട്ട് എനിക്ക് ടോട്ടലായത് 667 Thai ബാട്ടാണ്, അതായത് ലൈക്ക് അറൗണ്ട് 2000 ഇന്ത്യൻ റുപ്പീസായി. പക്ഷേങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഞാനിതെല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആകെ ആട്ട ഫ്ലോർ മാത്രമാണ് ഞാൻ 2 കിലോയുടെ എടുത്തേക്കുന്നത്. പിന്നെ മട്ട റൈസ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല, കാരണം അതും കൂടെ എടുത്താൽ വെയിറ്റ് പിന്നെയും കൂടുമെന്നുള്ളതുകൊണ്ട് എടുക്കാമായിരുന്നേ. ഇവിടെ ഒരു 2 കിലോയുടെ പാലക്കാടൻ മട്ട റൈസിൻ്റെ പ്രൈസ് 50 Thai ബാട്ടൊക്കെയാണ്, അതായത് ലൈക്ക് അറൗണ്ട് 650 ഇന്ത്യൻ റുപ്പീസാണ് കേട്ടോ 2 കിലോ അരിക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.